ഐ ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്. എല്ലാ ദിവസവും അല്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു തോന്നൽ വരാത്തവർ പൊതുവെ കുറവാണ്. ലൈഫിൽ നമുക്ക് പല രീതിയിൽ തടസ്സങ്ങൾ വരാം. പ്രൊഫഷണൽ, പേഴ്സണൽ, ഹെൽത്ത്, റിലേഷൻഷിപ്സ്, അങ്ങനെ പല ഭാഗത്തു നിന്നും ചലഞ്ചസ് വരുമ്പോൾ സാധാരണ നമ്മൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കടിച്ചു പിടിച്ച് തരണം ചെയ്യും. അതിനിടയിൽ ചിലപ്പോൾ കുറച്ച് ഇൻസ്പിറേഷണൽ മെസ്സേജസ് നമ്മൾ കേൾക്കാറുണ്ടാവും. ലൈക്ക് ക്വിറ്റേഴ്സ് നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ് എന്നൊക്കെ. ഇത് ശരിക്കും കറക്റ്റ് ആണോ? ഒരു കാര്യം തുടങ്ങിയാൽ നമ്മൾ ക്വിറ്റ് ചെയ്യാനേ പാടില്ലേ? ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബുക്കാണ് ദ ഡിപ്പ് ബൈ സെയ്ത് ഗോഡിൻ. ഇന്നത്തെ വീഡിയോ ദ ഡിപ്പ് എന്ന ബുക്കിന്റെ ഒരു ഫുൾ ബുക്ക് സമ്മറിയാണ്. ഇതൊരു ചെറിയ ബുക്കാണ്, ബിഗിനേഴ്സിന് ഈസിയായി തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിന്റെ എല്ലാ കീ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, ബാക്ക് ടു നമ്മുടെ മറ്റേ ഇൻസ്പിറേഷണൽ കോട്ടിലോട്ട് വരാം. ക്വിറ്റേഴ്സ് നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്. ബട്ട് ഇതിനെക്കുറിച്ച് ഈ ബുക്കിന്റെ ഓഥർ പറയുന്നത് അതൊരു ബാഡ് അഡ്വൈസ് ആണ് എന്നാണ്. ആക്ച്വലി വിന്നേഴ്സ് എപ്പോഴും ക്വിറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ദേ ജസ്റ്റ് ക്വിറ്റ് ദ റൈറ്റ് സ്റ്റഫ് അറ്റ് ദ റൈറ്റ് ടൈം. ഈ ക്വിറ്റിംഗ് പ്രോപ്പറായി ചെയ്യാത്തപ്പോഴാണ് നമുക്ക് ഫെയിലിയർ നേരിടേണ്ടി വരുന്നത്. ക്വിറ്റിങ്ങിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അത് നല്ലപോലെ മനസ്സിലാക്കിയാൽ സാധാരണ ആളുകൾ ക്വിറ്റ് ചെയ്യാറുള്ള ദ ഡിപ്പ് എന്ന സ്റ്റേജിൽ പ്രതീക്ഷ കൈവിടാതെ പുഷ് ഹാർഡ് ചെയ്ത് അത് ഓവർകം ചെയ്ത് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ് കിട്ടുമെന്നാണ് പറയുന്നത്. ഈ എക്സ്ട്രാ ഓർഡിനറി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് കേസിൽ കിട്ടാം. ഒന്നാമത് ക്വിറ്റ് ചെയ്യാതെ കുറച്ചുകൂടി പുഷ് ഹാർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ്. രണ്ടാമത്തെ കേസ് ധൈര്യത്തോടെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി വേഗം തന്നെ ക്വിറ്റ് ചെയ്തിട്ട് അവരുടെ എഫേർട്സ് ഫുള്ള് വേറെ ഏതെങ്കിലും പുതിയ കാര്യങ്ങളിൽ റീഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. ഈ രണ്ട് കേസിലെ ആളുകളെ നോക്കിയാലും അവരുടെ എണ്ണം കുറവുമായിരിക്കും. അവർ അവരുടെ വേൾഡിൽ ബെസ്റ്റും ആയിരിക്കും. പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ ക്വിറ്റ് ദ റോങ് സ്റ്റഫ്, സ്റ്റിക്ക് വിത്ത് ദ റൈറ്റ് സ്റ്റഫ്, ഹാവ് ദ ഗട്ട്സ് ടു ഡു വൺ ഓർ ദി അതർ. അവർ അവരുടെ വേൾഡിൽ ബെസ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇനി ഈ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമുക്ക് കാണാം. ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകണമെങ്കിൽ ആക്ച്വലി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ചില കാര്യങ്ങൾ ക്വിറ്റ് ചെയ്യണം, ചിലത് ക്വിറ്റ് ചെയ്യാതെ കടിച്ചു പിടിച്ച് കൊണ്ടുപോകണം. അപ്പോഴേ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാൻ പറ്റുള്ളൂ. ഈ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകുമ്പോൾ നമ്മുടെ വാല്യൂ മറ്റുള്ളവരെക്കാളും ഒരുപാട് കൂടും. അതിന് ഈ ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ടോപ്പ് മോസ്റ്റ് പ്ലേസിലുള്ള ആള് ബാക്കി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പൊസിഷനിലുള്ളവരെക്കാളും നല്ല മുന്നിലായിരിക്കും. അതേസമയം സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അതിനുള്ള ഒരു റീസൺ എന്താണെന്നാൽ എല്ലാവർക്കും ബെസ്റ്റ് ആൾക്കാരെ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്. അതിലിപ്പോൾ കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് കുറച്ച് ആവറേജ് ആയിട്ടുള്ള റെസ്യൂമേഴ്സ് ഒക്കെ അയക്കുക എന്ന് ആവശ്യപ്പെടാറില്ല. മറിച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 10 റെസ്യൂമേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യൂ എന്നായിരിക്കും ഡിമാൻഡ് ചെയ്യുക. ഇതിനുള്ള ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഒരുപാട് സമയമില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനും അവർ തയ്യാറല്ല. സോ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടിയാൽ പിന്നെ റിസ്ക് ഇല്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. വിത്ത് ലിമിറ്റഡ് ടൈം ഓർ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പെരിമെന്റ് വി ഇന്റൻഷനലി നാരോ അവർ ചോയ്സസ് ടു ദോസ് അറ്റ് ദ ടോപ്പ്. ഇത് എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ കിട്ടുന്ന റിവാർഡ്സും കൂടുതലാണ്. ഇനി അടുത്ത റീസൺ എന്താ വെച്ചാൽ സ്കേഴ്സിറ്റി മേക്സ് ബീയിങ് അറ്റ് ദ ടോപ്പ് വർത്ത് സംതിങ്. ടോപ്പിൽ കുറച്ച് ആൾക്കാർക്കുള്ള സ്ഥലമേ ഉള്ളൂ. സോ ആ ഒരു പൊസിഷന് വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെ ഹയർ ചെയ്യാൻ പോകുന്ന ആള് ഓർ കമ്പനി, നമ്മുടെ അടുത്ത് നിന്നും സർവീസ് ഓർ പ്രോഡക്റ്റ് വാങ്ങാൻ നോക്കുന്നവര്, നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യുന്നവര് എല്ലാവരും ഒരേ കാര്യമാണ് ചിന്തിക്കുന്നത്. ആർ യു ദ ബെസ്റ്റ് ചോയ്സ് ഫോർ ദം? ഇനി ഈ ബെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേണേലും ഡൗട്ട് വരാം. ഈ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അവരെ മാത്രം എല്ലാവർക്കും മതിയോ? ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? ഇത് ശരിയല്ലല്ലോ എന്നൊക്കെ. ബട്ട് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബെസ്റ്റ് മീൻസ് അവർക്ക് അവർ വിശ്വസിക്കുന്ന ഫാക്ട്സും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ടൈമിൽ അവർക്ക് ബെസ്റ്റ് എന്താണ്. അതുപോലെ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ലോകത്തിൽ, അതും അവർക്ക് ആക്സസ് ഉള്ള ലോകത്തിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രീലാൻസറെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ മലയാളം അറിയുന്ന, പിന്നെ എൻ്റെ ബഡ്ജറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നോക്കുക, അല്ലേ? അതല്ലാതെ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ് മലയാളം അറിയാത്ത ഹൈ പേ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പ് എഡിറ്ററിനെ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നല്ലപോലെ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മാസ് മാർക്കറ്റ് എന്ന കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് സോങ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് കോഫി എന്ന കൺസെപ്റ്റ് ഇല്ല. മറിച്ച് മില്യൺസ് ഓഫ് മൈക്രോ മാർക്കറ്റ് ആണ് ഉള്ളത്. പക്ഷെ ഈ ഓരോ മൈക്രോ മാർക്കറ്റിൽ ടോപ്പ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് മുന്നിലുള്ള ലോകം വളരെ വലുതാണ്. ഇപ്പോഴത്തെ ഇന്റർനെറ്റിന്റെ കാലത്ത് ആസ് എ കസ്റ്റമർ നമ്മുടെ നീഡ്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഓർ സർവീസ് ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ആളുകൾ നമ്മളെ ഓർ നമ്മുടെ സർവീസ് ഓർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഇഫ് വി ആർ നോട്ട് ദ ബെസ്റ്റ്.
ബിക്കോസ് ഒരുപാട് ചോയ്സസ് ആണ് ഒരു കസ്റ്റമറിന്റെ മുന്നിലുള്ളത്. സോ ബി ദ ബെസ്റ്റ് ഇൻ യുവർ സ്പെസിഫിക് വേൾഡ്. അത് ആക്ച്വലി ഈസിയാണ്, പ്രൊവൈഡഡ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള തിങ് പിക്ക് ചെയ്ത് ക്വിറ്റ് ചെയ്യാതെ ബഹുദൂരം സഞ്ചരിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ബിക്കം ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇതിനുള്ള ഒരു അടിസ്ഥാനപരമായ മിസ്റ്റേക്ക് സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത്. റിയൽ ലൈഫിനെ കുറിച്ച് സ്കൂളിൽ നിന്ന് പഠിച്ചതിൽ കുറേയൊക്കെ റോങ് ആണ്. അതിൽ ഏറ്റവും റോങ്ങസ്റ്റ് വൺ എന്താണെന്നാൽ ബീയിങ് ഓൾ റൗണ്ടർ ഇസ് ദ സീക്രട്ട് ടു സക്സസ്. എല്ലാ സബ്ജക്റ്റിനും A+ വാങ്ങുന്ന കുട്ടിയെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതേസമയം കുറച്ച് A, B, C എന്നൊക്കെ ഗ്രേഡ് വാങ്ങുന്ന കുട്ടി സക്സസ് ആകില്ല എന്ന് തഴയുന്നു. ബട്ട് ലൈഫ് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് അഡൽട്ട്ഹുഡിൽ വന്നതിന് ശേഷം നമ്മളൊരു ടാക്സ് ഫയൽ ചെയ്യാൻ ഒരു ടാക്സ് കൺസൾട്ടന്റിനെ നോക്കുമ്പോൾ ആള് ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നോ, ആള് ബെസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യോ, ആള് നല്ലപോലെ കാർ ഡ്രൈവ് ചെയ്യുമോ എന്ന് നമ്മൾ നോക്കാറില്ല അല്ലെ. സോ റിയൽ വേൾഡിൽ ആരും ഒരു ഓൾറൗണ്ടറിനെ നോക്കുന്നില്ല. ബിക്കോസ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എന്തു പണിയാണോ ചെയ്യേണ്ടത് അതിലാരാണോ ബെസ്റ്റ് എന്നാണ് എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഈ എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങാനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓടിച്ചു നോക്കിയിട്ട് ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതണം, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒക്കെ സ്കിപ്പ് ചെയ്യുക എന്നും. അതൊരു ബാഡ് അഡ്വൈസ് ആണ്. ഈ വേൾഡിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നോക്കിയാൽ അവർക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും. ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തവരാകും മെജോറിറ്റി ആളുകളും. അവരുടെ ഡിമാൻഡും അത്ര തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ബെസ്റ്റ് ആകാനായിട്ടുള്ള മാജിക് ക്വിറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ക്വിറ്റിംഗ് സ്ട്രാറ്റജിക്കലി ചെയ്യുമ്പോഴാണ് സക്സസ് ഉണ്ടാകുന്നത്. പാത്ത് പെയിൻഫുൾ ആണ് എന്ന് തോന്നി തുടങ്ങുമ്പോൾ വേഗം തന്നെ ക്വിറ്റ് ചെയ്യുന്നത് റിയാക്റ്റീവ് ക്വിറ്റിംഗ് ആണ്. അതാണ് ഒരുപാട് പേരും ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ളവര് ക്വിറ്റ് ചെയ്താലും വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തും ഇരിക്കും. ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ 2 കർവ്സിനെ കുറിച്ച് ഫസ്റ്റ് അറിയേണ്ടതുണ്ട്. കർവ് നമ്പർ 1, ദ ഡിപ്പ്. ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ഡിപ്പ് ഉണ്ടാകും. ഏതൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും തുടക്കത്തിൽ നല്ല ഫൺ ആയിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിരിക്കും. ചുറ്റുമുള്ളവരിൽ നിന്ന് ഒരുപാട് നല്ല ഫീഡ്ബാക്സ് ഒക്കെ കിട്ടും. പുതിയതായി കിട്ടുന്ന എക്സ്പീരിയൻസ് കുറച്ചു നാൾ കൂടി അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ആൻഡ് ദെൻ ദ ഡിപ്പ് ഹാപ്പൻസ്. ദ ഡിപ്പ് എന്നത് സ്റ്റാർട്ടിങ്ങും മാസ്റ്ററിക്കും ഇടയിലുള്ള ആ ഒരു നീണ്ട കഠിന പ്രയത്നമാണ്. ആക്ച്വലി ഈ ഒരു കഠിന പ്രയത്നം ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മറ്റു പാതകളെ അപേക്ഷിച്ച് വേഗം തന്നെ എത്തിക്കുന്ന ഷോർട്ട് കട്ട്. ബിഗിനേഴ്സ് ലക്കിനും റിയൽ അക്കംപ്ലിഷ്മെന്റിനും ഇടയിലുള്ള ആ ഒരു നീണ്ട സ്ട്രെച്ച് ആണ് ദ ഡിപ്പ്. ഒരു കമ്പനിയുടെ CEO ആകാൻ ഹാർഡ് ആയിട്ടുള്ള പാത സഞ്ചരിക്കേണ്ടി വരും. അവിടെ ഒരു വലിയ ഡിപ്പ് ഓവർകം ചെയ്യേണ്ടി വരും. ഇതൊന്നും ഇല്ലാതെ ഈസി പാത്ത് ആയിരുന്നെങ്കിലും എല്ലാവരും ഇപ്പോഴും CEO ആയിരിക്കില്ലേ. അപ്പോൾ ഈ CEOക്ക് അത്ര വാല്യൂ ഉണ്ടാവില്ല, പേയും ഉണ്ടാവില്ല. ഈ വാല്യൂ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീക്രട്ട് ആണ് സ്കേർസിറ്റി. ഡിപ്പ് ഇല്ലായിരുന്നെങ്കിൽ സ്കേർസിറ്റി ഉണ്ടാകില്ല. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് സക്സസ്ഫുൾ ആളുകൾ ഡിപ്പിനെ കണ്ട് ഭയന്നോടുകയില്ല, ഷോർട്ട് കട്ട് എടുക്കില്ല. മറിച്ച് അവർ അതിലൂടെ തന്നെ സഞ്ചരിച്ച് പുഷ് ഹാർഡ് ചെയ്ത് അവർക്ക് സ്യൂട്ട് ആകുന്ന പോലെ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യും. നമ്മൾ ഡിറ്റർമിനേഷനോട് കൂടി മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഡിപ്പിന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഷോർട്ട് ഡ്യൂറേഷനേ ഉണ്ടാവുള്ളൂ. കർവ് നമ്പർ 2, ദ കൾഡിസാക്. ഫ്രഞ്ചിൽ ഇതിനെ ഡെഡ് എൻഡ് എന്ന് പറയും. വാക്കിൽ നിന്ന് തന്നെ ഈ കർവ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു സിറ്റുവേഷൻ ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്നു, വീണ്ടും വർക്ക് ചെയ്യുന്നു, ബട്ട് ഒന്നും തന്നെ ചേഞ്ച് ചെയ്യുന്നില്ല. ബെറ്റർ ആകുന്നുമില്ല, വേഴ്സ് ആകുന്നുമില്ല. എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ പോകുന്നു. അങ്ങനെയുള്ള ജോബ്സിനെ ഡെഡ് എൻഡ് ജോബ്സ് എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് പറയാനില്ലെങ്കിലും മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്താലും എത്ര പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാമോ അത്ര പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്ത് വഴിമാറി പോവുക. ഇങ്ങനെ ഒരു ഡെഡ് എൻഡ് നമ്മളെ മറ്റു പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നുമാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ കൾഡിസാക്കില് നമ്മുടെ സമയം കളയാതെ നോക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 കർവ്സ്. ഡിപ്സിൽ ക്വിറ്റ് ചെയ്യാതെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് പതിയെ അപ്പ് ആയിക്കോളും. നേരെ മറിച്ച് കൾഡിസാക്ക് വേഗം തന്നെ ക്വിറ്റ് ചെയ്യുക. സോ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് വേറെ ആവശ്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ കൂടാതെ മൂന്നാമത് ഒരു കർവ് കൂടിയുണ്ട്. അതാണ് ദ ക്ലിഫ്. ഇത് റെയർ ആണ് ബട്ട് സ്കേറി ആണ്. ഇതിനൊരു എക്സാമ്പിൾ സ്മോക്കിംഗ് ആണ്. സ്മോക്ക് ചെയ്യുന്തോറും അതിന്റെ പ്ലഷർ കൂടി വരും. പിന്നെ അത് ക്വിറ്റ് ചെയ്യാൻ പറ്റാതെ ആവും. അങ്ങനെയാണ് സിഗരറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാളുകൾ കഴിയുന്തോറും പ്ലഷർ കൂടും, ക്വിറ്റ് ചെയ്യാനുള്ള പെയിനും കൂടും. ഈ ഒരു സിറ്റുവേഷന് ക്ലിഫിൽ നിൽക്കുന്നത് പോലെയാണ്. താഴെ വീഴാതെ ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു റെയർ സെനാരിയോ ആണ്. മെയിൻ ആയിട്ടും ഡിപ്പ് ആൻഡ് കൾഡിസാക്കിനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്യേണ്ടത്. ഈ പറയുന്ന ഡിപ്പ് എല്ലായിടത്തും ഉണ്ട്. സ്പോർട്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് പേരും പാതി വഴിക്ക് വെച്ച്, അതായത് ആ ഡിപ്പിൽ വെച്ച് ക്വിറ്റും ചെയ്യും. സോ ഡിപ്പ് സ്കേർസിറ്റി ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അത് തരണം ചെയ്ത് വരുന്നവർക്കുള്ള വാല്യൂ കൂടുന്നത്. കൾഡിസാക്ക് ബോറിംഗ് ആണ്.
ക്ലിഫ് എക്സൈറ്റിംഗുമാണ്. ബട്ട് ഇത് രണ്ടും നമ്മളെ ഫെയിലിയറിൽ കൊണ്ടെത്തിക്കും. സോ ഇൻ കേസ് കൾഡേസാക്കോ ക്ലിഫോ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നാൽ റൈറ്റ് നൗ തന്നെ ക്വിറ്റ് ചെയ്യുക. ഈ രണ്ട് കർവ്സിൽ നിന്നും ക്വിറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കഴിവില്ലായ്മയാണ് നമ്മുടെ സക്സസിനുള്ള വലിയൊരു തടസ്സം. ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഡിപ്പാണ് നമ്മുടെ സക്സസിന്റെ സീക്രട്ട് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഡിപ്പ് എന്തായാലും മറികടക്കും എന്ന ഡിറ്റർമിനേഷനോട് കൂടി ടൈമും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ടുള്ളവർ. അവര് ചുമ്മാ ആവറേജ് പണികൾ ചെയ്ത് ലൈഫ് ഓടിച്ചു പോവാറുമില്ല. അതുപോലെ ചുമ്മാ പലതിലോട്ട് മാറി മാറി കളിക്കുകയും ഇല്ല. സ്റ്റിക്ക് ഓൺ ചെയ്ത് ചാലഞ്ച് എംബ്രേസ് ചെയ്ത് അവർ ആ ഡിപ്പ് കടക്കുന്നു. ഇവിടെ 3 കേസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വണ് ബ്രേവ് ആയിട്ടുള്ള കാര്യം, ഡിപ്പ് മറികടന്ന് മറുവശത്ത് എത്തുന്നത്, എന്നിട്ട് സ്കേഴ്സിറ്റിയുടെ എല്ലാ ബെനിഫിറ്റ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സെക്കൻഡ് കേസ് ആണ് മെച്യൂർ ആയിട്ടുള്ള ഒരു ചോയ്സ്, ഡിപ്പ് മറികടക്കില്ല എന്നുള്ള കാര്യങ്ങൾ തുടങ്ങാതെ തന്നെ ഇരിക്കുന്നത്. മൂന്നാമത്തെ കേസാണ് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യം, തുടങ്ങും, കുറച്ച് എഫേർട്ട് ഇടും, എന്നിട്ട് കറക്റ്റ് ഡിപ്പ് എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈമും ക്യാഷും ഒക്കെ നഷ്ടപ്പെടുത്തി ക്വിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഒരുപാട് പേരും ചെയ്യാറുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തെ കേസ്. ഒന്ന് ട്രൈ ചെയ്യുക, പാതി വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, പുതിയത് ട്രൈ ചെയ്യുക, കുറച്ചു കാലം ചെയ്തിട്ട് അത് വർക്ക്ഔട്ട് ആവുന്നില്ല പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്തത് കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ലൂപ്പിൽ പെടുന്നതിന് കാരണം ഡൈവേഴ്സിഫിക്കേഷൻ ആണ് നല്ലത് എന്ന് ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ്. ഡൈവേഴ്സിഫൈ ചെയ്യുക, ഒരു പ്രോജക്റ്റ് ചെയ്തു തുടങ്ങുക, അപ്പൊ പുതിയത് പഠിക്കുക, സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതാണ് ഓർഗനൈസേഷൻസിലും ഡിമാൻഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ ജസ്റ്റ് വുഡ് പെക്കറിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതിയാവും. ഒരു മരം കൊത്തിക്ക് വേണമെങ്കിൽ 1000 മരങ്ങൾ 20 പ്രാവശ്യം വെച്ച് കൊത്താം. ഫുള്ള് ദിവസം ബിസിയായി ഇരുന്നിട്ട് എവിടെയും എത്താതെ ഇരിക്കാം. ഓർ അതേ മരം കൊത്തിക്ക് ഒരു മരത്തിൽ തന്നെ 20,000 ടൈംസ് കൊത്തി അന്നത്തെ ഡിന്നറിനുള്ള വഴി കണ്ടെത്താം. സോ എപ്പോഴും പുതിയൊരു മാർക്കറ്റ്, പുതിയ പ്രോജക്റ്റ്, പുതിയ ജോലി ഒക്കെ ട്രൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇപ്പോഴുള്ള പണിയിലെ ഡിപ്പ് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന കാര്യം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. മോസ്റ്റ് പീപ്പിൾ ആർ അഫ്രൈഡ് ടു ക്വിറ്റ്. ക്വിറ്റിംഗ് എന്നത് പാടാണ്. സോ അതുകൊണ്ടാണ് ക്വിറ്റ് ചെയ്യേണ്ടിടത്ത് ക്വിറ്റ് ചെയ്യാതെ ഒരു ആവറേജ് ലെവലിൽ ജോലി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഡിപ്പ് എത്തുമ്പോൾ ക്വിറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. അതുപോലെ കൾഡേസാക്കിൽ ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതും മണ്ടത്തരമാണ്. ഡിപ്പിൽ മറികടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ തുടങ്ങാതെ തന്നെ ഇരിക്കുക. മൊത്തത്തിൽ കേൾക്കുമ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. ക്വിറ്റ് ചെയ്യാൻ പാടില്ല പറയുന്നുണ്ട്, ചിലപ്പോൾ വേഗം തന്നെ ക്വിറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ബട്ട് ഡോണ്ട് വറി, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞാലേ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാൻ പറ്റുള്ളൂ. സോ പ്രതീക്ഷ കൈവിടാതെ ആൻഡ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മിസ്സാക്കാതെ കേൾക്കുക. നമ്മൾ നമ്മുടെ വേൾഡിൽ ബെസ്റ്റ് ആകാതിരിക്കാൻ ഇനി പറയുന്ന 7 കാരണങ്ങളാണ് ഉള്ളത്. നമ്മുടെ ടൈം ഫുള്ള് കഴിയുന്നു, സോ ക്വിറ്റ് ചെയ്യുന്നു. നമ്മുടെ ക്യാഷ് ഫുള്ള് കഴിയുന്നു, സോ ക്വിറ്റ് ചെയ്യുന്നു. നമുക്ക് പേടിയാവുന്നു, സോ ക്വിറ്റ് ചെയ്യുന്നു. നമ്മൾ ആ കാര്യത്തിൽ അത്ര സീരിയസ് അല്ല, സോ ക്വിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇൻട്രസ്റ്റ്, എക്സൈറ്റ്മെന്റ് ഒക്കെ നഷ്ടപ്പെടുന്നു, സോ ക്വിറ്റ് ചെയ്യുന്നു. നമ്മൾ ലോങ് ടേമിൽ ഫോക്കസ് ചെയ്യാതെ ഷോർട്ട് ടേമിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, എന്നിട്ട് ആ ഷോർട്ട് ടേം ഹാർഡായി തോന്നുമ്പോൾ ക്വിറ്റ് ചെയ്യുന്നു. ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാൻ ചൂസ് ചെയ്യുന്ന കാര്യം റോങ് ആയിരിക്കാം, മേ ബി നമുക്ക് അതിൽ ടാലന്റ് ഇല്ലായിരിക്കാം, സോ അവിടെയും ക്വിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകുന്നതിൽ നിന്നും നമ്മൾ ഫെയിൽ ആകുന്നത് മിക്കപ്പോഴും either നമ്മൾ പ്ലാൻ ചെയ്തത് റോങ് ആയതുകൊണ്ടാവാം, ഓർ ഗോൾ എത്തുന്നതിന് മുന്നേ ക്വിറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഡിപ്പ് കർവ് ഇത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് നോക്കാം. ഈ പറയുന്ന ഡിപ്പിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു പിരമിഡ് സ്കീമാണ്. ഇതെന്താണെന്നാൽ പിരമിഡിന്റെ താഴെയുള്ള ആളുകൾ ടോപ്പിലുള്ള ആളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ജിമ്മിൽ സംടൈംസ് ആനുവൽ ഓഫർ, ആ ഓഫർ, ഈ ഓഫർ എന്നൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ഓഫറൊക്കെ തന്ന് ഫീസ് കുറച്ചാല് ജിമ്മ് നടത്തിപ്പുകാര് നഷ്ടത്തിലാവില്ലേ? നോ, അവിടെയാണ് ഡിപ്പിന്റെ പിരമിഡ് വരുന്നത്. ഇങ്ങനെ ഓഫറൊക്കെ കൊടുത്താലും ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുക്കും. ബട്ട് ഇതിൽ നല്ലൊരു ശതമാനം പേരും കുറച്ച് കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യും. സോ പ്രൈസ് കുറച്ചാലും കമ്പനിക്ക് നഷ്ടം വരുന്നില്ല. ജോയിൻ ചെയ്ത് എല്ലാവരും വന്നാൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് എക്യുപ്മെന്റ്സ് പോലും ഉണ്ടാവില്ല. ഓർ മേ ബി മെമ്പർഷിപ്പും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയേക്കില്ല. ഇതൊരു സിസ്റ്റമാണ്. ജിമ്മിന്റെ കേസിൽ മാത്രമല്ല, എല്ലായിടത്തും ഇത് കാണും. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അങ്ങനെ എല്ലായിടത്തും കുറേ പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാവും. അതിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആളുകളെ അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുള്ളൂ. സോ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പിരമിഡിന്റെ ബേസിലുള്ളവരെ, ടോപ്പിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു. ബിസിനസ് അങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നത്. ഇത് എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിന്റെ ബേസിക് നീഡ്സിൽ പോലും ഉണ്ടാവും. ബേസിക്കലി ക്വിറ്റിംഗ് ഒരു സ്കാർസിറ്റി ഉണ്ടാക്കും, സ്കാർസിറ്റി വാല്യൂ ഉണ്ടാക്കും. അതാണ് സിസ്റ്റം. 8 ഡിപ്പ് കർവ്സ്. ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 8 സിസ്റ്റംസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ 8 ഡിപ്സിലായിരിക്കും either ഇൻഡിവിജ്വൽ ആയിട്ടോ ഓർ ഒരു ഓർഗനൈസേഷൻ ആയിട്ടോ ഒക്കെ നമ്മൾ ക്വിറ്റ് ചെയ്യാറുള്ളത്. സോ ഇനി പറയാൻ പോകുന്ന ഡിപ്സ് വരുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യാം, ഡിപ്പാണ് വരാൻ പോകുന്നത്, സോ നല്ല പാടായിരിക്കും, എനിക്കത് എന്തായാലും മറികടക്കണോ വേണ്ടയോ എന്ന്.
ഇൻ കേസ് ഡിപ്പ് ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഇരിക്കുക. ഡിപ്പിൽ വെച്ച് ക്വിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടൈമും എനർജിയും കളയുന്ന കൾപ്രിറ്റ് പ്രാക്ടീസ്. ഓക്കെ, ഇനി ആ 8 ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാനുഫാക്ചറിങ് ഡിപ്പ്. വീട്ടിൽ വെച്ച് ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ഈസിയും ഫണ്ണും ആയിരിക്കും. അത് അടുത്ത ലെവലിൽ കൊണ്ടുപോയി എക്സ്പാൻഡ് ചെയ്യാൻ നല്ല പാടുമാണ്, എക്സ്പെൻസീവും ആണ്. അതിന് എടുക്കുന്ന നമ്മുടെ ടൈമും എഫേർട്ടും ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ വരുന്ന ആ ഡിപ്പ് മറികടക്കാതെ വരുമ്പോഴാണ് ഒരുപാട് പേരും ഇപ്പോഴും സ്മോൾ സ്കെയിലിൽ തന്നെ സ്റ്റക്ക് ആവുന്നത് ഓർ ഇത് വർക്ക് ആവുന്നില്ല പറഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നത്. സെയിൽസ് ഡിപ്പ്. നമ്മുടെ ഏതെങ്കിലും ഐഡിയ വർക്ക്ഔട്ട് ആവുന്നത് അതിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് സെല് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഡിപ്പ് ഉണ്ടാകുന്നത് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു പ്രൊഫഷണൽ സെയിൽസ് ഫോഴ്സിന് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഇവിടെ മറ്റ് കോമ്പറ്റീറ്റർ ആരെങ്കിലും നമ്മളെക്കാൾ മുന്നേ അത് ചെയ്താൽ അവർക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. എഡ്യൂക്കേഷൻ ഡിപ്പ്. നമ്മൾ സ്കൂളും കോളേജും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കരിയർ സ്റ്റാർട്ട് ആവുന്നു. ഏതെങ്കിലും ജോലി കിട്ടി അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഡിപ്പ് വരുന്നത് നമുക്ക് ന്യൂ സ്കിൽസ് ഒക്കെ പഠിച്ച് റീബിൽഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ്. ആ ഡിപ്പ് ആരാണോ ഓവർകം ചെയ്യുന്നത് അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും, നല്ല സാലറി ഡിമാൻഡ് ചെയ്യാൻ പറ്റും, ഓർ കുറച്ചുകൂടി നല്ല ജോബിൽ കയറാനും പറ്റും. റിസ്ക് ഡിപ്പ്. ബൂട്ട് സ്ട്രാപ്പേഴ്സ് ഒരുപാട് പേർക്കും ചിലപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോഴും അവർക്ക് അവരുടെ ഇപ്പോഴുള്ള വരുമാനം വെച്ച് കമ്പനി ഓടിച്ചു പോകാൻ നല്ല പാടായിരിക്കും. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ഇൻവെസ്റ്റിംഗിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കി അത് ചെയ്യുന്നവരായിരിക്കും. റിലേഷൻഷിപ്പ് ഡിപ്പ്. നമ്മൾ നമ്മുടെ ടൈമും എനർജിയും കൊടുക്കാൻ റെഡി ആയാൽ നമ്മളെ പിന്നീട് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഏതെങ്കിലും ആളുകളോ ഓർ ഓർഗനൈസേഷനോ ഒക്കെ ഉണ്ടാവും. ബട്ട് അത് മിക്കപ്പോഴും നമുക്ക് പാടായിരിക്കും. അതാണ് റിലേഷൻഷിപ്പ് ഡിപ്പ്. കൺസെപ്ച്വൽ ഡിപ്പ്. നമ്മൾ നമ്മുടെ മൈൻഡിൽ ചെറുപ്പം മുതൽ കൊണ്ട് നടക്കുന്ന കുറച്ച് ബിലീവ്സ് ആൻഡ് അസംഷൻസ് ഒക്കെ ഒരു പോയിന്റിൽ വിട്ടിട്ട് പുതിയ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ വലുതായിരിക്കാം, ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല പാടായിരിക്കാം, ബട്ട് അതാണ് നമ്മളെ ചിലപ്പോൾ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകുന്ന ആള്. ഈ ഒരു ഡിപ്പാണ് കൺസെപ്ച്വൽ ഡിപ്പ്. ഈഗോ ഡിപ്പ്. നമ്മൾ മാത്രമുള്ള ഒരു സെറ്റപ്പ് ആണെങ്കിലും ഈസിയാണ്, ബട്ട് എപ്പോഴാണ് ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ആ ടീം ഓർ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഓർ റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരും. അതിനായി ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ കുറച്ചൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. അത് മിക്കവർക്കും പാടാണ്. സോ അവർ അങ്ങനെ ആ ഡിപ്പിൽ സ്റ്റക്ക് ആവും. ഇതാണ് ഈഗോ ഡിപ്പ്. ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പ്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ചിലപ്പോൾ സിമ്പിളായി നമുക്ക് ചുറ്റുമുള്ളവർക്ക് സെൽ ചെയ്യുന്നത് ഈസി ആയിരിക്കാം. ബട്ട് വൺസ് കുറച്ച് പാടുപെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മെയിൻ റീറ്റെയിലേഴ്സ് വഴി പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചാൽ കൂടുതൽ സെയിൽസ് ഉണ്ടാവും. ഇവിടെ ആ ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്പ് ചെയ്യാനാണ് നമുക്ക് പാട്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പ്. ഈ ഡിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കൾഡിസാക്കിനെ തിരിച്ചറിഞ്ഞ് വേഗം തന്നെ അത് ക്വിറ്റ് ചെയ്യുക എന്നത്. ഓപ്റ്റിമിസം ഒക്കെ നല്ലതാണെങ്കിലും എന്ത് ചെയ്തിട്ടും ബെറ്റർ ആയില്ലെങ്കിൽ അത് കൾഡിസാക്ക് ആണ്. സോ വേഗം തന്നെ ക്വിറ്റ് ചെയ്താൽ അതിനുവേണ്ടി ചിലവാക്കുന്ന ടൈമും എനർജിയും കാശും ഒക്കെ വേറെ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാം. ഇവിടെ ചിലർക്കൊക്കെ കൾഡിസാക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞാലും അത് ക്വിറ്റ് ചെയ്യാനുള്ള ഗട്ട്സ് ഉണ്ടാവില്ല. അതിനുള്ള വേറെ കുറച്ച് റീസൺസ് ആണ്. ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ അതുമായിട്ട് സെറ്റ് ആവും, ഒരു കംഫർട്ട് സോൺ പോലെ ആകും. ഇനി ഇതല്ലാതെ നമ്മൾ മനസ്സിൽ വെക്കാനുള്ള ഒരു കാര്യമാണ് ഒന്നുകിൽ ബെസ്റ്റ് അല്ലെങ്കിൽ ക്വിറ്റ് ആണ് വേണ്ടത്. അതല്ലാതെ ഈ ആവറേജ് പരിപാടികളൊന്നും വേണ്ട നമുക്ക്. ഡിപ്പ് എത്തുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കാം എന്ന് വിചാരിച്ച് കുറെ ഓടിച്ച് ഒരുവിധം കര കയറി എന്ന ഒരു പേരിന് മാത്രം മുന്നോട്ട് പോയാൽ നമ്മളൊരു ആവറേജ് ആളെ പോലെയായി. ബട്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ ആകണം എന്നാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഡിപ്പിനെ സർവൈവ് ചെയ്താൽ മാത്രം പോരാ, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്ത് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. സീരിയൽ ക്വിറ്റേഴ്സ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ലൈൻ എന്നാണ് പറയുന്നത്. ഇതിനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ക്യൂ നിൽക്കുന്ന സെനാരിയോ നോക്കാം നമുക്ക്. 4-5 ചെക്ക്ഔട്ട് കൗണ്ടേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ 3 തരം ആളുകളെ കാണാൻ പറ്റും നമുക്ക്. ഒന്നാമത്തേത് ഉള്ളതിൽ ചെറിയ ലൈൻ നോക്കി അവിടെ പോയി നിൽക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് ഷോർട്ട് ലൈൻ നോക്കി പോയി നിൽക്കും, ബട്ട് എന്തെങ്കിലും കാരണവശാൽ നിൽക്കുന്ന ലൈന് ഡിലേ ആയാൽ അപ്പോൾ ഒരിക്കലും വേറെ ഷോർട്ട് ലൈനിലോട്ട് സ്വിച്ച് ചെയ്യും. മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഷോർട്ട് ലൈൻ പോയി നിൽക്കും, പിന്നെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ ലൈൻ വേഗം പോകുന്ന പോലെ ഉണ്ടല്ലോ എന്നാൽ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടൊരു സ്വിച്ച് നടത്തും. എന്നിട്ട് ക്ഷമ ഉണ്ടാവില്ല, വീണ്ടും വീണ്ടും വേറെ ലൈൻസിലോട്ടൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഈ മൂന്നാമത്തെ സ്ട്രാറ്റജിയുടെ പ്രോബ്ലം എന്താണെന്നാൽ ക്വിക്ക് ഫിക്സിനായിട്ട് എപ്പോഴൊക്കെ ലൈൻ മാറുന്നോ അപ്പോഴൊക്കെ ടൈമും എനർജിയും വേസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള ക്യൂസ് ലൈഫിൽ എല്ലായിടത്തും ഉണ്ട്. പല ഓണ്ടർപ്രണേഴ്സും പല പ്രോജക്ട്സും മാറി കളിച്ച് ഒന്നിലും സക്സസ് ആവാതെ മടുക്കുന്നത് ഇതുകൊണ്ടാണ്. ദ ഓപ്പോസിറ്റ് ഓഫ് ക്വിറ്റിംഗ് ഇസ്ന്റ് വെയിറ്റിംഗ് അറൗണ്ട്. ക്വിറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നാൽ അവിടെ തന്നെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് വെയിറ്റ് ചെയ്യുക എന്നതല്ല, മറിച്ച് റീഡെഡിക്കേഷൻ ആണ്. ഡിപ്പ് ഒരു സ്റ്റാറ്റിക് ആണ്. ഡിപ്പ് എത്തുമ്പോൾ ഒരു പതിയെ പോകുന്ന ബോട്ടിൽ കയറി ഇരുന്ന് അങ്ങനെ തിര വരുന്ന പോലെയൊക്കെ പോവാം എന്ന് വിചാരിച്ച് ഇരിക്കരുത്. പകരം ഡിപ്പ് ഫ്ലെക്സിബിൾ ആണെന്ന് തിരിച്ചറിയാം. നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നോ അത് അതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും.
അഗ്രസീവ് ആക്ഷൻ എടുത്താൽ ഡിപ്പ് ഒക്കെ നമുക്ക് വലിയ സംഭവം അല്ലാത്ത പോലെ തോന്നും. Quitting in the dip is usually a short-term decision and a bad one. ആളുകൾ ക്വിറ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ബെനിഫിറ്റ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു കുട്ടി എനിക്ക് ഫുട്ബോൾ ക്ലാസ്സിന് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് നിർത്തുന്നത് മിക്കപ്പോഴും ലോങ് ടേം കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കാതെ ആയിരിക്കും. ചിലപ്പോൾ കോച്ച് സ്ട്രിക്റ്റ് ആണ് ഓർ അത്ര ഫൺ അല്ല എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. ഷോർട്ട് ടേം പെയിൻ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് നല്ല പോലെ കാണാൻ പറ്റുക. അപ്പോൾ ലോങ് ടേം ബെനിഫിറ്റ് അത്ര വിസിബിൾ ആയില്ല. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലോങ് ടേം ബെനിഫിറ്റ്സിനെ ആംപ്ലിഫൈ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, കോളേജിൽ ക്ലാസ് കട്ട് ചെയ്ത് ഫ്രണ്ട്സിന്റെ കൂടെ മൂവിക്ക് പോകാൻ പ്ലാൻ ഇടുമ്പോൾ ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് പഠിക്കാതെ പാസ് ആയില്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡേ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒന്ന് പിക്ചറൈസ് ചെയ്യാം. നോ വൺ ക്വിറ്റ്സ് ദ ബോസ്റ്റൺ മാരത്തോൺ അറ്റ് മൈൽ 25. 25 മൈൽ എത്തിയാൽ മാരത്തോണിൽ ക്വിറ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. മാരത്തോണിന്റെ ഡിപ്പ് വരുന്നത് 20th മൈലിലാണ്. ഫിനിഷ് ലൈൻ കാണാനായിട്ട് ലാസ്റ്റ് 1 മൈൽ കൂടിയേ ഉള്ളൂ എങ്കിൽ ആരും ക്വിറ്റ് ചെയ്യില്ലല്ലോ അല്ലെ. പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത ആ ഫിനിഷ് ലൈന് അവർ വിഷ്വലൈസ് ചെയ്യും. അത് 20th മൈലിലാണെങ്കിലും അവർ അത് ചെയ്ത് ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകും. ഇവിടെ ഡെസിഷൻ എടുക്കുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ചെറിയ കാൽക്കുലേഷൻ ആണ് ഡിപ്പിന്റെ ടൈമിലെ പെയിന് എൻഡ് റിസൾട്ടിന്റെ ബെനിഫിറ്റിന് വർത്ത് ആണോ എന്ന്. ക്വിറ്റ്. ഇറ്റ് ഈസ് ഓക്കെ ടു ക്വിറ്റ്. ആക്ച്വലി ഇടയ്ക്കിടയ്ക്കൊക്കെ ക്വിറ്റ് ചെയ്താലും ഓക്കെ ആണ്. ഒരു ഡെഡിലാണ് ഇപ്പോഴെങ്കിലും ക്വിറ്റ് ചെയ്യാം. ഒരു ക്ലിഫിലാണ് നിങ്ങളെങ്കിലും ക്വിറ്റ് ചെയ്യാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റില് ഒരു ഡിപ്പ് ഉണ്ട്. ആ പ്രോജക്റ്റിന്റെ എൻഡ് റിസൾട്ട് ഡിപ്പ് ഓവർകം ചെയ്യുന്നതിന്റെ അത്ര വർത്ത് ഇല്ലെങ്കിലും ക്വിറ്റ് ചെയ്യാം. ക്വിറ്റിംഗ് എ ടാക്ടിക് വേഴ്സസ് ക്വിറ്റിംഗ് എ സ്ട്രാറ്റജി. ക്വിറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല, നിങ്ങളുടെ ലോങ് ടേം സ്ട്രാറ്റജി ഗിവ് അപ്പ് ചെയ്യാതെ എന്നാൽ വർക്ക്ഔട്ട് ആവാത്ത ടാക്ടിക്സ് ക്വിറ്റ് ചെയ്യുക. അതുപോലെ ഒരു ജോലിയിൽ കയറി അവിടെ കംഫർട്ട് സോണിൽ വന്ന് ഇരിപ്പാവുന്നതിന് മുമ്പ് തന്നെ ക്വിറ്റ് ചെയ്ത് ജോബ് ചേഞ്ച് ചെയ്യുക. അപ്പോഴേ ഏർണിങ്സ് കൂട്ടാൻ പറ്റുള്ളൂ, സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കംഫർട്ട് സോണിൽ ഇരുന്ന് അതിന്റെ സുഖം കണ്ടാൽ നമുക്ക് പുതിയൊരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇനി അടുത്തൊരു കാര്യമാണ് കോപ്പിംഗ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ക്വിറ്റിംഗിന്റെ ഒരു ലേസി ഓൾട്ടർനേറ്റീവ് ആണ്. എന്ത് ചെയ്യാനാ, അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് സ്യൂട്ടബിൾ ആകാത്തതോ ഇഷ്ടമല്ലാത്തതോ ആയ ജോബിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എക്സെപ്ഷണൽ പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ടാലന്റ് ഇല്ലാത്ത കൊണ്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലിയിൽ കടിച്ചു പിടിച്ച് കിടക്കുന്നത്, മറിച്ച് അത് കൾഡിസാക്ക് ആയതുകൊണ്ടാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ടൈം വേസ്റ്റ് ആണ്, എനർജിയും. സോ ഇതിനേക്കാൾ നല്ലത് ക്വിറ്റ് ചെയ്യലാണ്. ഇനി ക്വിറ്റ് ചെയ്യാൻ നമ്മുടെ ആ പ്രൈഡ് ഫീലിംഗ് ആണ് കാരണമെങ്കിലും അതൊക്കെ മറന്നേക്കും. പ്രൈഡ് പോകുമ്പോഴുണ്ടാകുന്ന പെയിനൊക്കെ വേഗം തന്നെ ഹീൽ ആയിക്കോളും. മറിച്ച് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന കമ്പനിയിൽ ഇത്ര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാ ഞാൻ, അതൊക്കെ വിട്ടിട്ട് ഞാനിപ്പോ എങ്ങനെയാ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബിസിനസ് തുടങ്ങുക എന്നോർത്താല് അതൊരു സ്മാർട്ട് സ്ട്രാറ്റജി അല്ല. ആ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാനും പറ്റില്ല. നമ്മുടെ വിലപ്പെട്ട ടൈമും എനർജിയും ഹാപ്പിനെസ്സും ഒക്കെ പോയാൽ. 3 questions to ask before quitting. ഇതൊക്കെ കേട്ട് ഐതർ ഒരു കാര്യം ക്വിറ്റ് ചെയ്യാം ഓർ ക്വിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് കാണും. അങ്ങനെയെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇനി പറയാൻ പോകുന്ന 3 questions നിങ്ങളോട് തന്നെ ചോദിക്കുക. Question number 1, am I panicking? പാനിക് ആവുന്നത് പോലെ അല്ല ക്വിറ്റിംഗ്. പാനിക് നമ്മളെ അറ്റാക്ക് ചെയ്യും, നമ്മളെ ഫുള്ള് കൺട്രോൾ ചെയ്യും, പിന്നെ അത് ആ ഒരു മൊമെന്റിൽ വരുന്നതാണ്. പാനിക് ആയിട്ടിരിക്കുമ്പോൾ ക്വിറ്റ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്. ബെസ്റ്റ് ക്വിറ്റേഴ്സ് താൻ എപ്പോഴാണ് ക്വിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ളവർ ആണ്. സോ ഒരു പാനിക് മൊമെന്റ് വന്ന് ക്വിറ്റ് ചെയ്യാൻ തോന്നിയാലും വെയിറ്റ് ചെയ്യുക. പാനിക് ഒക്കെ കഴിഞ്ഞ് മൈൻഡ് ക്ലിയർ ആകുമ്പോൾ ഡെസിഷൻ എടുക്കുക. എല്ലാവരും പാനിക് ആവുമ്പോഴാണ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നത്. Question number 2, who am I trying to influence? നിങ്ങൾ ഒരു മാർക്കറ്റിൽ സക്സസ് ആകാനാണോ നോക്കുന്നത് ഓർ ഒരു ജോബ് നേടിയെടുക്കാനാണോ നോക്കുന്നത്? ക്വിറ്റ് ചെയ്യണം എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ള അറ്റംപ്റ്റ് വർക്ക്ഔട്ട് ആകാത്തതും ഉണ്ടാവാം. നിങ്ങളുടെ ചൊറിയൻ മാനേജർ കാരണമാവാം, ജോബ് മടുത്തിട്ട് ക്വിറ്റ് ചെയ്യുന്നതാകാം, ഓർ നിങ്ങളുടെ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തു ബട്ട് അത് ആരും വാങ്ങുന്നില്ല എന്നതും കൊണ്ടാവാം. ബട്ട് ഇവിടെ മനസ്സിൽ വെക്കാനുള്ളത്, ഒരു സിംഗിൾ പേഴ്സണെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇതുവരെ ആ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മേ ബി ക്വിറ്റ് ചെയ്യാൻ ടൈം ആയി കാണും. സിംഗിൾ പേഴ്സണ് അവർക്ക് അവരുടേതായുള്ള അജണ്ട ഉണ്ടാകും. അവരുടേത് ഒരു സിംഗിൾ വേൾഡ് വ്യൂ ആയിരിക്കും. സോ ഒരാളുടെ മനസ്സ് മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഒരു മാർക്കറ്റിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിൽ ചിലരൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലർ റിജക്റ്റും ചെയ്തിട്ടുണ്ടാവും. പല ആളുകളുള്ളപ്പോൾ അവരുടെ വ്യൂസ് ആൻഡ് ഡിസയേഴ്സ് വ്യത്യസ്തമായിരിക്കും. സോ ഒരു മാർക്കറ്റാണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുക. Question number 3, what sort of measurable progress am I making? ഒരു ജോബിലോ റിലേഷൻഷിപ്പിലോ ഓർ മറ്റേതെങ്കിലും ഒരു ടാസ്കിലോ സക്സസ് ആകാൻ നോക്കുന്നുണ്ടെങ്കിൽ പ്രോഗ്രസ് അളക്കാൻ നിങ്ങളുടെ മുന്നിൽ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഐദർ നിങ്ങൾ വിചാരിച്ച പോലെ ചെറിയ രീതിയിൽ
രീതിയിലാണെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്, ഓർ ഫുള്ള് പുറകിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഓർ ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ അനങ്ങാതെ അങ്ങനെ നിൽക്കുവാണ്. സക്സസ് ആകണമെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവണം. ഒട്ടും പ്രോഗ്രസ് ഇല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക. ഇവിടെ ക്വിറ്റ് ചെയ്യുക എന്നതുകൊണ്ട് നിങ്ങളുടെ വിഷൻ, ഗോൾ എല്ലാം ക്വിറ്റ് ചെയ്യുക എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടാക്ടിക് ആണ് ക്വിറ്റ് ചെയ്യേണ്ടത്. വേറെ ടാക്ടിക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. സോ ക്വിറ്റ് ചെയ്യാൻ തോന്നുമ്പോഴൊക്കെ ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഒക്കെ കണ്ടെത്തി ഒരു പേപ്പറിൽ എഴുതി നോക്കുക. എന്നിട്ട് ക്വിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡെസിഷൻ എടുക്കുക. ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്നാൽ ഏതൊരു ടാക്ടിക് അപ്ലൈ ചെയ്യുമ്പോഴും അത് ഏത് കണ്ടീഷനിൽ ഓർ എപ്പോഴാണ് ക്വിറ്റ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്യുക. ബെസ്റ്റ് കേസ് ആ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്ലിയർ ആയിട്ട് ക്വിറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് എഴുതി വയ്ക്കുകയാണ്. അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി അതിന്റെ പോക്ക് കണ്ട് പാനിക് ആയിട്ടിരിക്കുമ്പോൾ ഡെസിഷൻ എടുക്കാൻ പോയാൽ അത് കറക്റ്റ് ആയിരിക്കില്ല. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടെങ്കിൽ എപ്പോൾ ക്വിറ്റ് ചെയ്യണം, എപ്പോൾ ക്വിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും. സോ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലെത്തി. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്. ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാനുള്ള പണികൾ തുടങ്ങിക്കോളും. ഡോണ്ട് പ്ലേ ദ ഗെയിം ഇഫ് യു റിയലൈസ് യു കാൻ ബി ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇത് ഒരു ഡിപ്പ് ആണോ ഓർ കൾഡിസാക്ക് ആണോ? ഇൻ കേസ് കൾഡിസാക്ക് ആണെങ്കിൽ അത് എനിക്ക് എങ്ങനെ ഒരു ഡിപ്പ് ആക്കി മാറ്റാനായിട്ട് പറ്റും? എന്റെ ഈ പെർസിസ്റ്റൻസിനുള്ള വാല്യൂ എനിക്ക് ലോങ് റണ്ണിൽ തിരിച്ചു കിട്ടുമോ? ഞാൻ ഒരാളെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത് ഓർ ഒരു മാർക്കറ്റിനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത്? എപ്പോഴാണ് ഞാൻ ക്വിറ്റ് ചെയ്യേണ്ടത്? ആ ഒരു ഡെസിഷൻ എന്താണെന്ന് ഞാൻ ഒരിക്കലും അതിന്റെ പാതി വഴിക്ക് വെച്ച് നിൽക്കുമ്പോഴല്ല എടുക്കേണ്ടത്. ഇൻ കേസ് ഇപ്പോഴുള്ള ഈ ഒരു ടാസ്ക് ഞാൻ ക്വിറ്റ് ചെയ്താൽ അത് മറ്റേതെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ടാസ്കിന്റെ ഡിപ്പ് കടക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ? ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രോജക്റ്റിൽ എനിക്ക് ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാനുള്ള ചാൻസസ് എന്തൊക്കെയാണുള്ളത്? സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? നല്ല ക്ലിയർ ആൻഡ് വൈസ് ഡെസിഷൻ എടുക്കുക ആൻഡ് നിങ്ങളുടെ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാനുള്ള പണികളൊക്കെ തുടങ്ങുക. ഈ ബുക്കിന്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഇതുപോലെ വേറെ ഏതെങ്കിലും ബുക്കിന്റെ ഫുൾ ബുക്ക് സമ്മറി വേണമെങ്കിലും കമന്റ് ചെയ്യുക.